ഉദ്ദേശിക്കുന്നത് കണക്ക് ബോധിപ്പിക്കൽ മാത്രമാണ്. മന്നൂഖിഷ ഉദ്ദിബ, കണക്ക് തീർത്ത് ചോദിച്ചാൽ, അണാബൈ തീർത്ത് ചോദിക്കാൻ ഒരുങ്ങിയാൽ കഴിച്ചിലാകൂല ആരും എന്ന് മുത്തനബി പറഞ്ഞു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തനബിയോട് ഒരു ഇഷ്കാൽ ചോദിച്ച സംഭവം കൂടിയാണിത്. മന്നൂഖിഷ ഉദ്ദിബ എന്നില്ലേ, പിന്നെങ്ങനെയാണ് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വരിക? ചോദിച്ചാൽ കുടുങ്ങിയെന്നല്ലേ ഹദീസിൽ പറഞ്ഞത്. പിന്നെ ഹിസാബുൻ യസീർ അതെങ്ങനെ വരികയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഹിസാബല്ല, ഇന്നമാ ദാലിക്കല്ലാ, അതൊരു കാണിച്ചു കൊടുക്കലാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുന്നുണ്ട്, വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ സന്തോഷതത്തുലിതനായി ആഹ്ലാദഭരിതനായി അവൻ അവൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലും. സ്വർഗീയ ലോകത്ത് അതിനേക്കാളും നല്ലവർ അവരെ കാത്തു നിൽക്കുന്നുണ്ട്. അവൻ്റെ അഹ്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അഹ്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ കാത്തു നിൽക്കുന്ന അവൻ്റെ സ്വർഗീയ തരുണികളാണ്. രണ്ട് കുളത്തിൽ നിന്ന് മനുഷ്യൻ കുളിക്കും. സിറാത്ത് പാലം കടന്നാൽ രണ്ട് കുളമുണ്ട്, രണ്ട് വലിയ പുഴയുണ്ട്. ഒന്നാമത്തെ പുഴയിൽ കുളിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ മനസ്സും ശരീരവും ഉള്ളും പുറവും ക്ലിയറായി. ഇനി കെടുമ്പില്ല, കൊയിന്തില്ല, അസൂയയില്ല, ഉൾനാട്യമില്ല, കാപ്പട്യമില്ല, ശത്രുതയില്ല, പകപോക്കൽ മനസ്സില്ല, ഒന്നുമില്ല, ക്ലിയറായി. അടുത്ത ഒരു പുഴയിൽ ഒന്നുകൂടി മുങ്ങും. അതോടുകൂടി എൻ്റെ വയസ്സ് 33. ഈ കുളി കഴിഞ്ഞവൻ ചെല്ലുമ്പോൾ അവനെ കാത്തു നിൽക്കുന്നത് അവൻ്റെ തരുണികൾ പാട്ടുപാടിയാണ്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറൻ, അവൻ അവൻ്റെ അഹ്ലുകാരിലേക്ക് വളരെ സന്തോഷവാനായി കടന്നു ചെല്ലും. ഇവിടെ കാഫിറിനെ പറ്റി പ്രതിപാദിച്ചപ്പോൾ അവിടെ പറഞ്ഞത്, അവൻ വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി ഫസൗഫ യദ്ഉ സുബൂറൻ, ഹലാക്കേ വാ, നിന്റെ സമയമാണിത് എന്ന് പറഞ്ഞ് വിളിച്ചു കൂവും. വയസ്ല സഈറ, ചുട്ടുപൊള്ളുന്ന നരകത്തിൽ അവൻ പ്രവേശിക്കും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറൻ, അവനവൻ്റെ ദുന്യവിയായ ജീവിതത്തിൽ സന്തോഷിച്ചവനായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് ബത്തറൻ, എന്തേ? ലിത്തിബാഇഹിമിൽ അഹ്വാ, അവൻ പോച്ചതൊക്കെ ചെയ്യാൻ അവനെ നിയമം വ്യവസ്ഥയും ഇല്ലാതെ ജീവിച്ചതുകൊണ്ട് അവനൊക്കെ ചെയ്യാമായിരുന്നു. വ്യവസ്ഥകളില്ലാത്തതുകൊണ്ട്, പരിമിതികളില്ലാത്തതുകൊണ്ട് അവൻ ഇഷ്ടം പോലെ ജീവിച്ചു. ഇപ്പോൾ അവൻ്റെ വാസം നരകമാണ്. പരിമിതികളെ അതിജയിക്കുന്നവനെ, പരിമിതികളിൽ നിന്ന് ആഘോഷിക്കുന്നവനെ രക്ഷപ്പെടാനാകൂ എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു, ഹദീസും നമ്മെ പഠിപ്പിക്കുന്നു. പരിമിതികൾ ആഘോഷിക്കപ്പെടുന്നു എന്ന ശീർഷകത്തിൽ ഏതു പരിമിതികളെയും ആഘോഷമാക്കി മാറ്റാൻ പറ്റും എന്നതും മറ്റൊരു സംഗതിയാണ്. ഇറ്റലിയിലുള്ള ഒരു ബിൽഡിങ്ങാണ് നമ്മുടെ പിന്നിലുള്ളത്. അത് ബിൽഡിങ്ങിൽ എഞ്ചിനീയറിങ് കണക്കിൽ പിഴച്ചപ്പോൾ ബിൽഡിങ് ചെരിഞ്ഞുപോയി. ചെരിഞ്ഞ ബിൽഡിങ്ങിൻ്റെ പരിമിതിയിൽ അതങ്ങനെ തന്നെ നിലയുറപ്പിച്ചു. പരിമിതികളെ അവർ ആഘോഷിച്ചു. ലോകതലത്തിൽ അത് ചർച്ചയായി. ജലാലുദ്ദീൻ അദനി പരിമിതികളെ ആഘോഷിച്ചു. ലോകതലത്തിൽ അത് ചർച്ചയായി. ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും പരിമിതികളെ ആഘോഷിച്ചവനാണ് വിജയിച്ചവൻ. മുമ്പ് കാലങ്ങളിൽ SSLC കഴിഞ്ഞാൽ തോറ്റാൽ ഓതാൻ പോകും, ജയിച്ചാൽ കോളേജിൽ പോകും. അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൻ്റെ കടക്ക് കത്തിവെച്ചുകൊണ്ടാണ് ദഅ്വ കോളേജുകൾ സ്ഥാപിക്കപ്പെട്ടത്. ആ സംവിധാനത്തിൻ്റെ മുനയരിഞ്ഞുകൊണ്ടാണ് ദഅ്വ കോളേജുകളും എക്സലൻസികളും മോഡൽ അക്കാദമികളും പിറവിയെടുത്തത്. പോയ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബുദ്ധിയില്ലാത്ത മക്കൾ ഓതാൻ പോകും, ബുദ്ധിയുള്ളവർ കോളേജിൽ പോകും. അതിനപവാദമായി ചില ഒറ്റപ്പെട്ട സംഭവങ്ങളേ ഉള്ളൂ. അവരൊക്കെ രാജാക്കന്മാരുമായി,
അതിനപവാദമാണ് ഷംസുൽ ഉലമ, അതിനപവാദമാണ് ഖമറുൽ ഉലമ സുൽത്താനുലമ, അതിനപവാദമാണ് മുഹയ്യിസുന്ന താജുൽ മുഹക്കിക്കീൻ. അവരൊക്കെ അതിനപവാദമാണ്. വലിയ മണ്ടേശ്വരന്മാരായിട്ടും വലിയ ബുദ്ധിരാക്ഷസന്മാരായിട്ടും അവർ ഈ രംഗത്ത് നിലനിർപ്പിച്ചു. പക്ഷേ വളരെ കൂടുതൽ ത്യാഗം ചെയ്തത് അംഗവൈകല്യമുള്ളവർ. അവരെ ഓതാനയക്കും. നല്ല എല്ലാ അവയവങ്ങളും സുതാര്യമായുള്ളവൻ അവനെ പഠിക്കാനയക്കും. ഞാൻ എൻ്റെ മോനെ ഒന്ന് പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അഥവാ ഈ ലോകത്ത് പണ്ഡിതന്മാരായ ലക്ഷക്കണക്കിന് ആളുകൾ പരിശോധിച്ചാൽ ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ല എന്ന പരിമിതിയിൽ നിന്നാണ് അവരാഘോഷിച്ച് ഇടിച്ചു കയറിയത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് പരിമിതികളെ ആഘോഷിക്കപ്പെടുന്നു എന്ന ശീർഷകം ഒരാശയം നമ്മളിലേക്ക് തരുന്നു. ഇതെല്ലാം കെട്ടഴിച്ചു പോയാലും ആശയം നമ്മൾ നിലനിൽക്കുകയും എൻ്റെ ബുദ്ധി കുറവ്, എൻ്റെ എഴുത്തിൻ്റെ പരിചയക്കുറവ്, പ്രസംഗിക്കാനുള്ള എൻ്റെ കമ്മി, എഴുതാനുള്ള, പാടാനുള്ള, പറയാനുള്ള, രചിക്കാനുള്ള എൻ്റെ പരിമിതി, അത് ഞാൻ ആഘോഷിച്ച് തിമർത്താടും എന്ന ഏറ്റവും വലിയൊരു സന്ദേശത്തെ നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് പതിച്ചു വെച്ചിട്ടാവണം ഈ പ്രോഗ്രാമിന് തിരശ്ശീല വീഴുന്നത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇതിനിടയിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഇതിൽ ഒരു പരിമിതിയാണ് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണമെന്നത്. എല്ലാ ജമാഅത്തിലും പങ്കെടുക്കണമെന്നത് മറ്റൊരു പരിമിതിയാണ്. ബാങ്ക് കൊടുത്താൽ പ്രോഗ്രാം നിർത്തണമെന്നത് മറ്റൊരു പരിമിതിയാണ്. പ്രോഗ്രാം നിർത്താതെ തുടർന്നു പോകണമെന്നത് പരിമിതിയുടെ ലംഘനമാണ്. ഈ സഭയിൽ ഇരിക്കാതെ കിടന്നുറങ്ങുക എന്നത് പരിമിതിയുടെ ലംഘനമാണ്. അല്പം ക്ഷീണം മാറ്റട്ടെ എന്ന് കരുതി തൻ്റെ പരിപാടി കേട്ട് തന്നെ ഉത്തേജിപ്പിച്ചവരെ ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ. മറ്റുള്ളവരുടെ പ്രോഗ്രാം കേൾക്കാൻ നമ്മളെത്തുകയും നമ്മളുടെ പ്രോഗ്രാം കേൾക്കാൻ അവരെത്തുകയും അവരുടെ പ്രോഗ്രാമിൽ നമ്മൾ കിടന്നുറങ്ങുകയും ചെയ്യുക എന്നത് പരിമിതികളുടെ ലംഘനമാണ്. അങ്ങനെയുള്ള ഈ പരിമിതികളെ ആഘോഷിച്ചുകൊണ്ട് എല്ലാ സമയവും ബാങ്ക് കൊടുത്താൽ പ്രോഗ്രാം എത്ര ടൈറ്റ് ഷെഡ്യൂളാണെങ്കിലും അത് പള്ളിയിൽ ചെന്ന് നിസ്കരിച്ച് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് വന്ന് ശേഷം ആ പ്രോഗ്രാം തുടരണം. ഇടക്ക് നിർത്തിയാൽ അതിൻ്റെ ആഘോഷം മുറിഞ്ഞു പോകും. അതല്ലെങ്കിൽ ജഡ്ജിമാർ കൺഫ്യൂഷനായി പോകും, അല്ലെങ്കിൽ അവർ പരസ്പരം ചോദിച്ചൊക്കും. അങ്ങനെയുള്ള പ്രോഗ്രാം നിസ്കാരം ഇടവേള വരാതെ അതിനെ സമയ ഷെഡ്യൂൾ ചെയ്യണമെന്ന് ഉണർത്തി. ഈ പരിമിതികളൊക്കെ ആഘോഷിക്കണം എന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ, അതിലപ്പുറം പറയുന്നത് അദ്ദേഹത്തിന് അരോചകമായിരിക്കുമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഉസ്താദവകളുടെ പദം തന്നെ ഇതിൻ്റെ ഓരോ മണൽത്തരിയുടെ ഗന്ധവും അറിയുന്ന, ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവകളാണ്. ഞാൻ ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.